ഹായ് ഹലോ എല്ലാവർക്കും വർഷ രഞ്ജു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് പൊറോട്ട തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോഗ്രാം മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കിലോഗ്രാം മൈദ നമുക്ക് പാത്രത്തിലോട്ട് പൊട്ടിച്ചിടാം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ചേർക്കുന്നത് നമ്മൾ പൊറോട്ട ഒന്ന് ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് 1.25 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടാണ്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട കഴിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്കിതിന് പകരം പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് സ്വല്പം കുറച്ചിട്ട് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്തായാലും നമ്മൾ ചപ്പാത്തി മാവിനെക്കാട്ടിയും ലൂസായിട്ട് ഇരിക്കണം പൊറോട്ടയുടെ മാവ് തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുഴച്ചതിന് ശേഷം പറയാം എത്ര വെള്ളം എടുത്തു എന്ന്. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ 2.25 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു സ്റ്റിക്കി ആയിട്ടുള്ള പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കത് നീഡ് ചെയ്തിട്ട് നല്ല ഒരു ഡോ ആക്കി എടുക്കണം. അപ്പോൾ സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ഇത് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അതിങ്ങനെ ഇത്തിരി ഡോ ഇതിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. മൈദയുടെ കുറച്ച് പൊടി ഇതിൽ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ നീഡ് ഉപയോഗിച്ചിട്ടാണ് നീഡ് ചെയ്തിട്ട് വേണം സ്ട്രെച്ച് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുമോ? കൗണ്ടർ ടോപ്പിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് നീഡ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് നേരം എടുക്കും കേട്ടോ. നമ്മൾ ഇത് കുഴച്ച് എടുക്കാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് നേരം എടുത്ത് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ 15 മിനിറ്റ് നേരം ഇത് നീഡ് ചെയ്തെടുത്തു. ഇനി ഇത് നല്ലപോലെ കയ്യിൽ ഒട്ടാത്ത പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എത്രത്തോളം നീഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മളുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്കിത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ടൈമിനനുസരിച്ചിട്ട് വേണം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ മാവ് എടുത്ത അതേ പാത്രത്തിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുക്കാം. നമ്മൾ ഈ പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആക്കിയതിന് ശേഷം നമ്മൾ ഡോ വെച്ച് കൊടുക്കാം. ഈ ഡോയുടെ മുകളിലും ഓയിൽ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഡോയുടെ മുകളിലൊക്കെ ഓയിൽ പുരട്ടി കൊടുക്കാം. ഈ ഡോ നമുക്ക് ഒരു കവർ ചെയ്തിടണമെങ്കിൽ നനഞ്ഞ തുണിയിൽ വെള്ളം പാടില്ല. തുണി നനച്ച് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ തുണി നമ്മൾ കിച്ചൺ ടവൽ ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ മാവ്. അപ്പോൾ തുണി നനച്ച് വെച്ചിട്ടുണ്ട്. തുണി നനച്ച് പിഴിഞ്ഞ് വെള്ളത്തോടെ അല്ല കേട്ടോ, പിഴിഞ്ഞ് കളഞ്ഞതിൻ്റെ ശേഷം വെറ്റായിട്ടുള്ളതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് 1 മണിക്കൂർ നേരം ഇങ്ങനെ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ നേരം വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ എത്ര തോനെ ടൈം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നോ അത്രയും ഇത് സോഫ്റ്റായി കിട്ടും നമ്മളെ മാവ്. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ നേരം കവർ ചെയ്ത് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി നന്നായിട്ട് അങ്ങോട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാം. നന്നായി എത്ര നീളത്തിലാക്കാൻ പറ്റുമോ അത്രയും നീളത്തിലാക്കിയിട്ട് വേണം നമുക്കിത് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. എത്ര പോർഷൻസ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. നമ്മൾ 8 പീസാക്കി ഡിവൈഡ് ചെയ്തതിന് നമ്മൾ ഒന്നും കൂടി റൗണ്ട് ചെയ്തിട്ട് നല്ല ഇതാക്കിയെടുത്തതിന് ശേഷം ആ ഒരു പീസിനെ തന്നെ എടുത്തിട്ട് 2 ആക്കിയിട്ട് മുറിക്കുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്.
അപ്പോൾ ഈ ഒരു ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് റൗണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. വീശി അടിക്കുകയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, കൈ ഉപയോഗിച്ചിട്ടല്ലേ. പിന്നെ ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്ത ഇതിലേക്ക് നല്ലതുപോലെ എണ്ണ പുരട്ടി കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ നല്ലതുപോലെ പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക. ഈ പാത്രത്തിൽ എണ്ണ ഉണ്ടായിരിക്കണം കേട്ടോ. എണ്ണയുള്ള പാത്രത്തിലോട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ റൗണ്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ബൗൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരളവിൽ 16 പൊറോട്ട വരെ ഉള്ള ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബൗളിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വലിപ്പം കുറവുള്ള ബൗളാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് പൊറോട്ടയുടെ എണ്ണം കൂടുതൽ കിട്ടും. അപ്പോൾ 16 എണ്ണത്തിലുള്ളതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നേരത്തെ ഇട്ട പോലെ തന്നെ ഒരു നനഞ്ഞ തുണി കവർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. തുണി നനച്ച് പിഴിഞ്ഞതിന് ശേഷം കവർ ചെയ്തിട്ട് കൊടുക്കുക. അതൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ അരമണിക്കൂർ നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിനായിട്ട് ഒരു ഉരുള ഉരുട്ടിയത് നമുക്ക് എടുക്കാം. നമുക്ക് ഇത് കൈയുടെ ഈ ഭാഗം വെച്ചിട്ട് നല്ല നീട്ടിയിട്ട് നമുക്കത് അങ്ങോട്ട് പരത്തിയെടുക്കാം. എത്ര തിന്നിൽ ആക്കി എടുക്കാൻ പറ്റുമോ അത്രയും തിന്നിലാക്കി എടുക്കുക. ഇനി നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇതിനെ മുറിച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് സ്വല്പം എണ്ണ ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ അങ്ങോട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് പതുക്കെ ഇങ്ങനെ തട്ടിയിട്ട് നമുക്കിത് സെൻറ്ററിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. രണ്ട് സൈഡൊന്നും ചെയ്യണം കേട്ടോ. ഓയിൽ ഉപയോഗിക്കണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. പതുക്കെ തട്ടി കൊടുക്കാം. തട്ടിയിട്ട് നമുക്കിത് സെൻറ്ററിലോട്ട് കൊടുന്നതിന് ശേഷം ഇനി നമുക്കിത് പതുക്കെ റൗണ്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ടൈൽ ഉള്ളിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് പുറത്തേക്ക് വരും. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഓയിൽ പരത്തി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പരത്തി എടുക്കാം. രണ്ടാമതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി അതുപോലെ ലൈൻ കൊടുക്കാം. ഇനി കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തട്ടിയെടുക്കാം. ഇനി നമുക്കിത് സ്ട്രെച്ച് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കാം. ഈ ടൈൽ ടക്കിങ് ചെയ്യാം. ഓയിൽ നന്നായിട്ട് അങ്ങോട്ട് ആക്കി കൊടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ എല്ലാവരുടെ മുകളിൽ നന്നായിട്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കവർ ചെയ്തിട്ട് ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നനഞ്ഞ തുണി ഇട്ട് വയ്ക്കാം. ഒരു ഹാഫ് അവർ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഹാഫ് അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുത്തിട്ട് പരത്തി തുടങ്ങാം. ഒരെണ്ണം ഇങ്ങോട്ട് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം അതിൽ നല്ലവണ്ണം കയ്യിൽ എണ്ണ എടുക്കുക. എണ്ണ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് കയ്യിൽ ഈ ഭാഗം ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പുറത്ത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി തവയിലോട്ട് ഇട്ടെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ 3 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ടേൺ ചെയ്തിടാം. ഒരു 3 മിനിറ്റ് നേരം കഴിയട്ടെ. അപ്പോൾ 3 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. നമുക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഒരു 4 എണ്ണം വീതം വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പൊറോട്ട അടിച്ചെടുക്കുന്നത്. ചൂടോട് കൂടിയിട്ട് തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതാ പൊറോട്ട അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെയേഴ്സ് എല്ലാം വിട്ട് വിട്ട് വരും. ഇങ്ങനെ അടിച്ചെടുക്കുക തന്നെ വേണം കേട്ടോ. നമ്മൾ പൊറോട്ട അടിക്കുന്നതിലാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ പൊറോട്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.